എല്ലാവർക്കും വാലിൻ വോയേജേഴ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മലനിരകൾക്കിടയിൽ ശാന്തമായി സ്ഥിതി ചെയ്യുന്ന ശിവപാർവതിയുടെ കൈലാസത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അതെ, കൈലാസഗിരി. കുട്ടിക്കാനത്ത് നിന്നും 17 കിലോമീറ്റർ മാറിയാണ് കൈലാസഗിരി സ്ഥിതി ചെയ്യുന്നത്. കുട്ടിക്കാനത്ത് നിന്നും വണ്ടിപ്പെരിയാർ പോകുന്ന റൂട്ടിൽ പാമ്പനാർ എന്ന ലൊക്കേഷന് തൊട്ടു മുന്നിൽ ചെറിയൊരു പാലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് കൈലാസഗിരിയിലേക്ക് പോകേണ്ടത്. തേയിലത്തോട്ടങ്ങളും കുന്നുകളും കോടയും എല്ലാം തന്നെ കണ്ടു നിന്ന് പോകുന്നത് തന്നെയാണ്. റോഡൊക്കെ ആവറേജ് ആണ്. പിന്നെ പലയിടങ്ങളിലായി മെയിൻ്റെനൻസും നടക്കുന്നുണ്ട്. ഈ റൂട്ട് ഫുൾ പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ്. കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ റൂട്ടിൽ പോകാൻ പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. പോകുന്ന റൂട്ടിൽ കാണുന്ന പള്ളിയും കണ്ടു. ഈ റൂട്ട് ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വ്യൂ സമ്മാനിക്കുന്നുണ്ട്. എല്ലാ ലൊക്കേഷൻസിൽ നിന്നും ആ വ്യൂസ് ഒക്കെ കാണാനും വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തോന്നിപ്പോകും. ഓരോ വളവിലും പുതിയ പുതിയ കാഴ്ചകളാണ് ഇവിടം സമ്മാനിക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിൽ കാഴ്ചകളൊക്കെ കാണാനായിട്ട് തന്നെ ഇറങ്ങി നിന്ന് കണ്ടാണ് ഞങ്ങൾ കൈലാസഗിരിയിലേക്ക് പോയത്. പലയിടങ്ങളിലായി പാറകളും വെള്ളക്കെട്ടുകളും തേയിലത്തോട്ടത്തിൻ്റെ വ്യൂസൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. ഈ ലൊക്കേഷനിൽ നിന്ന് ലെഫ്റ്റ് കയറുന്നതാണ് കൈലാസഗിരിയിലേക്കുള്ള റൂട്ട്. ഞങ്ങൾ പോകുമ്പോൾ അവിടെ തേയിലത്തോട്ടത്തിലെ ചേച്ചിമാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന തിരക്കിൽ നിൽക്കുന്നത് കണ്ടു. ഈ ബോർഡ് കണ്ടോ? ഇവിടെ നിന്നാണ് റോഡ് പതിയെ ഓഫ് റോഡിലേക്ക് മാറുന്നത്. അവിടെ നിന്ന് കുറച്ചു ദൂരം ഞങ്ങൾ ബൈക്കിൽ കയറി. ആക്ച്വലി ഈ റോഡിൽ കൂടെ പോകുമ്പോൾ മലയുടെ താഴെ വരെ വണ്ടി പോകുന്നതാണ്. പിന്നെ വ്യൂസ് ഒക്കെ കണ്ട് ആസ്വദിച്ച് നടന്നു തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ആ വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഇത്. പോകുന്ന റൂട്ടിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന ശൂലങ്ങൾ കാണാം. കൈലാസഗിരി എത്തുന്നത് വരെ ശൂലങ്ങൾ നമുക്കായി ഒരുങ്ങിയ അടയാളങ്ങളായി നിൽക്കുന്നു. വർണ്ണിക്കാൻ ആവാത്ത വിധം മനോഹരമായ വ്യൂസ് ആണ് റോഡ് കയറും തോറും. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. ഞങ്ങൾ വീക്ക് ഡേയിൽ പോയോണ്ടാണോ എന്നറിയില്ല, ഈ വഴിയിലും ലൊക്കേഷനിലും ആരും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. മഴക്കാറൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ റോഡ് ഇതിലും മോശമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ലൈമറ്റ് ഒക്കെ നോക്കി വേണം കൈലാസഗിരി സന്ദർശിക്കാൻ. ശിവരാത്രിക്ക് നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ സന്ദർശിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആ ടൈമൊക്കെ ആകുമ്പോൾ, അതായത് ശിവരാത്രിക്കൊക്കെ മുന്നേ ഈ റോഡൊക്കെ ശരിയാക്കി ഇടുന്നതാണ്. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ വഴി പിന്നെയും മോശമാകും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മലയുടെ താഴെ എത്തി. ആ കാണുന്നൊരു ബോർഡ് കണ്ടോ? അവിടെ നിന്ന് മുകളിലോട്ടാണ് മല കയറുന്നത്. ഇവിടെ വരെ നിങ്ങൾക്ക് കാറിലോ ബൈക്കിലോ വരാവുന്നതാണ്. ഇവിടെ പാർക്ക് ചെയ്ത് മല കയറാവുന്നതാണ്. ആ കാണുന്നതാണ് വണ്ടിപ്പെരിയാർ. കോടയൊക്കെ മൂടി നിൽക്കുന്ന വണ്ടിപ്പെരിയാർ കാണാൻ തന്നെ എന്ത് രസമല്ലേ. അങ്ങനെ നമ്മളും മല കയറാൻ പോവാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കയറാനൊന്നും വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു. ബട്ട് മഴയുള്ള ടൈമിലാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം കയറണം. അതുകൊണ്ട് മുന്നേ പറഞ്ഞതുപോലെ ക്ലൈമറ്റ് ഒക്കെ നോക്കി മാത്രം കൈലാസഗിരി സന്ദർശിക്കാവൂ. മല കയറുമ്പോൾ തന്നെ ചുറ്റിനുമുള്ള കാഴ്ചകളൊക്കെ മാറി മറിയും. എവിടെ നോക്കിയാലും നല്ല
അടിപൊളി വ്യൂസ് ആണ്. വ്യൂസ് കണ്ടു കയറുന്നതോട് തന്നെ നമുക്ക് മല കയറുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. 360 ഡിഗ്രി പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ലൊക്കേഷനാണ് കൈലാസഗിരി. ഈ കാണുന്ന ശൂലങ്ങളൊക്കെ കണ്ടു. കയറുന്ന ഡയറക്ഷൻ കാണിക്കാൻ ശൂലങ്ങൾ മല മുകളിൽ എത്തുന്നത് വരെ കാണാൻ സാധിക്കും. ശൂലം ലക്ഷ്യം വെച്ച് വേണം മല കയറാൻ. മല കയറി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും വ്യൂസ് നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തും. ഏലപ്പാറ, കുട്ടിക്കാനം, പീരുമേട്, വാഗമൺ എന്നീ ഭാഗങ്ങൾ നമുക്ക് മല കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. മലയുടെ മുകളിൽ നിന്ന് ഇടുക്കി ജലാശയത്തിന്റെ ഭാഗങ്ങളും കാണാൻ സാധിക്കും. ഞങ്ങൾ അങ്ങനെ മല കയറിക്കൊണ്ടേയിരുന്നു. പലയിടങ്ങളിലായി റെസ്റ്റ് എടുത്ത് വേണം മല കയറാൻ. പിന്നെ പ്രത്യേകം ഓർക്കണം, വരുമ്പോൾ വെള്ളമൊക്കെ കയ്യിൽ കരുതിക്കണം. ഈ ലൊക്കേഷന്റെ തൊട്ടടുത്തൊന്നും ഒരു കട പോലും ഇല്ല. അങ്ങനെ ശൂലങ്ങൾ ലക്ഷ്യമാക്കി ഞങ്ങൾ മല കയറിക്കൊണ്ടേയിരുന്നു. കയറുന്ന വഴിയിൽ കോട പതിയെ മല മൂടുന്നത് കാണാൻ സാധിക്കും. ആ മുകളിൽ വരെ നമുക്ക് എത്തേണ്ടതാണ്. പലയിടങ്ങളിലായി ഞങ്ങൾ ഇരുന്ന് റെസ്റ്റ് എടുത്തു. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ മല കയറാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല തണുപ്പാണ്. പിന്നെ കുറച്ച് ദൂരം കയറാനുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് കയറുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ കോട വന്ന് മല മൂടുന്നതൊക്കെ കാണാൻ സാധിക്കും. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ ആൻഡ് സൈലന്റ് ആണ് ഇവിടെ. റെസ്റ്റ് എടുത്ത് വീണ്ടും ശൂലം ലക്ഷ്യമാക്കി കയറി തുടങ്ങി. മുകളിൽ കയറും തോറും ചെറുതായി കാറ്റൊക്കെ വീശി തുടങ്ങി. തണുപ്പും കൂടി വന്നു. അങ്ങനെ റെസ്റ്റ് എടുത്തും വ്യൂസ് ആസ്വദിച്ചും മല കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ മുകളിലെത്തി. ജലനിരപ്പിൽ നിന്ന് 4500 അടി മുകളിലാണ് കൈലാസഗിരി സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം. ഇത് ശിവപാർവതിക്കായി നിർമ്മിച്ച ഒരു അമ്പലമാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ക്ഷേത്രം പോലെയല്ല. പക്ഷെ ഇവിടെ ദൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. ശിവനും പാർവതിയുടെയും കൈലാസം തന്നെയാണിത്. ഈ തണുപ്പും കാറ്റും അമ്പലവും എല്ലാം കൂടി ഒരു പ്രത്യേക അന്തരീക്ഷമാണ് നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ശിവരാത്രിക്കാണ് ഇവിടെ കൂടുതലും ഭക്തർ സന്ദർശിക്കുന്നത്. കൈലാസഗിരിയുടെ താഴേക്കുള്ള കാഴ്ചകൾ അതിലും അടിപൊളിയാണ്. ഇവിടുന്ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏലപ്പാറ, കുട്ടിക്കാനം, പീരുമേട്, വാഗമൺ, ഇടുക്കി ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് ഏലപ്പാറ ടൗൺ. കൂടെയുണ്ടെങ്കിലും നല്ല വ്യക്തമായി നമുക്ക് ആ ടൗൺ കാണാൻ സാധിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ അപ്പുറത്തെ കുന്നിൽ 2 മ്ലാവ് നിൽക്കുന്നത് കണ്ടു. നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ശാന്തമായ കൈലാസഗിരി തന്ന അനുഭൂതിയുമായി ഞങ്ങൾ മലയിറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായി ലൈക്ക് ചെയ്ത് കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കീപ് എക്സ്പ്ലോറിംഗ്, സ്റ്റേ ക്യൂരിയസ്, സ്ട്രെസ്ലെസ്. ബൈ വോയേജേഴ്സ്.